ഇങ്ങനെ രജിസ്ട്രേഷൻ മുടക്കി പല്ലും പോയി, 2 പല്ല് അടിച്ചു പൊട്ടിച്ചത് സതീശൻ. കൈ കൊണ്ടാണോ അടിച്ചത്? വടി കൊണ്ടാണോ? വടി കല്ലോ മറ്റേ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചത്. ഇതിൽ പുറത്ത് പോകില്ല എന്നിട്ട് എനിക്ക് ഭീഷണിയൊക്കെ ഉണ്ട്. എന്റെ അമ്മയ്ക്കും ഭീഷണിയുണ്ട്, എന്റെ കൊച്ചിനും ആരെയൊക്കെ ഭീഷണിയുണ്ട്. നീക്ക് കിട്ടിയത് പോരാല്ലേ, നീ നാട്ടിൽ ശത്രുവായിട്ട് നിന്റെ പിറകിൽ ആരോ കളിക്കുന്നുണ്ടെന്ന് കൊണ്ട് ഭീഷണിപ്പെടുത്തിന്. ഇത് ചന്ദ്രൻ പെട്ടതറവാട്ടിൽ ഞാൻ ഭർത്താവിനെ അടിച്ച്, ഞങ്ങളെ കാശ് വാങ്ങിച്ച് എന്റെ ഭർത്താവിനെ അടിച്ച് കൊല്ലാനും വരുന്നു. നിങ്ങൾ എന്തിനു ചെയ്യുന്ന കൊല്ലിച്ച് ഞങ്ങൾ പൊന്നും ഇതുമൊക്കെ വിറ്റിട്ടാണ് പൈസ കൊടുത്തിരുന്നത് പറഞ്ഞിട്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തിറങ്ങുന്ന സമയത്ത് നിരന്തരം ഈ പറഞ്ഞ ആളുകൾ ജാതി അധിക്ഷേപം, കാട്ടുവാസിയായി വന്ന നീ എന്നൊക്കെ അങ്ങനെയുള്ള ചില പ്രസ്താവനകൾ, മാത്രമല്ല നീ എന്നുള്ള വിളികൾ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പിന്നെ തികച്ചും ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഈ കുടുംബത്തിന് നേരിടുന്നുണ്ട്. ഞാൻ ആക്സിഡന്റ് ആക്കി, സ്വന്തം ആക്സിഡന്റ് ആക്കി ഞാൻ ഇതേ കൃഷ്ണൻ നായർ ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടിക്കടിയിൽ ഞാൻ കാലുവെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോകണ്ട, എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ തരാൻ നിങ്ങൾ പോകണ്ട. വണ്ടി പോയതല്ല, അയാളെ അബദ്ധത്തിൽ ഞാൻ അയാളെ അറിഞ്ഞുകൊണ്ട്, കൃഷ്ണൻ നായർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഇവിടെ സംസാരിക്കുന്നത് ഇവിടെ എപ്പോഴും ഇത് പോകുമ്പോൾ രാവിലെ പോകുമ്പോഴും ഒക്കെ അവിടെ നിന്ന് അസഭ്യം പറയലൊക്കെ ഉണ്ട്. തമ്പുരാട്ടി പോകുന്നത് അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പണിക്ക് പോകുന്നത്, രാവിലെ പോകുന്നത് പോകുമ്പോ എപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കും കാട്ടുജാതിക്കാർ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവര് പറഞ്ഞു ഈ കാട്ടുജാതിക്കാരെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ കെട്ടന്റെ കൃഷ്ണേട്ടന്റെ മക്കള് പറഞ്ഞു, കൃഷ്ണേട്ടനും പറഞ്ഞു, കൃഷ്ണേട്ടൻ പറഞ്ഞില്ല, കൃഷ്ണേട്ടന്റെ മക്കള് പറഞ്ഞു. ആൽപ്പാദം ഒന്ന് വീഡിയോ എടുത്തു. നമസ്കാരം, ഞാൻ ഇപ്പോൾ ഉള്ളത് പെരുമ്പളയിലാണ്. പെരുമ്പളയിൽ ഒരു കുടുംബത്തിന്റെ കൂടെ അരവിന്ദാക്ഷൻ, അദ്ദേഹത്തിന്റെ ഭാര്യ സുമതി. അരവിന്ദാക്ഷത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ പല്ലടിച്ച് തകർക്കുകയും ചുണ്ടുപൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടക്കം എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അടി കിട്ടിയെന്നുള്ളത്. അതിന്റെ കയ്യിൽ 3-4 ഡോക്യുമെന്റ്സും ഉള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടു തന്നെ അറിയണം. ഇതിനകത്ത് ചില പാർട്ടിയുടെ പേര് പ്രവർത്തിച്ച 3-4 ആളുകൾ ഉണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വഴി തർക്കമാണ് ഇതിന്റെ മുഖ്യ കാരണം എന്നുള്ളതും, ഈ വഴിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും നേരിടുന്ന അധിക്ഷേപങ്ങളെല്ലാം ഇതിനകത്ത് നമ്മൾ പറയുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അതേപോലെ തന്നെ കാശ് കൊടുത്തിട്ട് ഏകദേശം 1,70,000 രൂപ കൊടുത്തിട്ട് വഞ്ചിച്ച കഥയും കൂടി ഇതിനകത്തുണ്ട്. തീർച്ചയായും തുടർന്ന് വീഡിയോ കാണുക. ശരിക്കും ചേട്ടന് ഇവിടെ പരിക്ക് പറ്റിയിട്ടുണ്ട്, വലിയ രീതിയിൽ 2 പല്ലും പോയിട്ടുണ്ട്. ആരാണ് അടിച്ചത്? ഞാൻ നേരത്തെ ന്യൂസ് കണ്ടിട്ടുണ്ടാവും, കാസർഗോഡ് വാർത്തയിൽ ചാനലിൽ ഞാനൊരു ആശുപത്രിയിൽ ഒരു റിപ്പോർട്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സതീശൻ കരോക്കോട്, ചന്ദ്രൻ വിലക്കാട്, പിന്നെ അശോകൻ ഉണ്ടായിരുന്നു. അശോകൻ അടിക്കാൻ പിടിക്കാൻ നിന്നത്, പക്ഷേ അവിടേക്ക് കുറച്ച് സമയം കിട്ടി ഞാൻ ഓടിയതാണ്. എന്താ അതുകൊണ്ട് 2 പല്ല് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അങ്ങനെ അത്ര ഓടിയതുകൊണ്ട് അങ്ങനെ ആയി, ജീവൻ കിട്ടി. എന്നെ വധിക്കാൻ വരെ വന്ന് എന്നെ വെല്ലുവിളിച്ചതാണ്. CPM-ന്റെ നേതാക്കന്മാരെന്ന് നാട്ടിൽ പറഞ്ഞ് വരുത്തുന്നത്, പക്ഷെ നേതാക്കന്മാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് വെച്ചാല് പിന്നെ ഒരു ഞാൻ CPM ആയിരുന്നു, ഇപ്പൊ ഏതിലില്ല. ഇപ്പൊ നാട്ടിലെ നന്മ ചെയ്യുന്ന പാർട്ടിയിലൊക്കെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോ. അതിപ്പോ എനിക്ക് വേറെ പാർട്ടിക്കാരെ കൊണ്ട് ഉപകാരം ചെയ്യുന്നുണ്ട്. ഇവര് ഉപദ്രവം ചെയ്യുന്നതെങ്കിലും വേറെ ഞാൻ മറ്റടുത്ത് പോയിട്ട് ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് അത് നേടിയെടുക്കുമ്പോൾ ഇവർക്ക് എന്ത് കണ്ണുകടിയാണെന്ന് നമുക്കറിയുന്നു. അത് ഇവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിൽ ഒരു ഇതാണ്. ഞാൻ ഒറ്റക്കാരും ചെയ്യുന്നില്ല, മറ്റവരെ സഹായിച്ചു. ഈ CPM നേതാക്കന്മാർ താങ്കൾ അടിക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് ഞങ്ങൾ ഉപോത്പന്നമായിട്ട് ഞാൻ പറഞ്ഞ ഈ കാര്യത്തിന് ഈ വഴിയുമായിട്ട് ഒരു 2 വർഷത്തോളമായിട്ട് എനിക്ക് ഒരു വഴി പ്രശ്നമാണ് ഉണ്ടായത്. അത് എൻ്റെ അമ്മയ്ക്ക് പക്ഷാഘാതം വന്നിട്ട് അസുഖമൊക്കെ ആയിരുന്നു ഒരു 2 വർഷം മുമ്പ്. ഇപ്പോഴും നല്ല സുഖമായിട്ടില്ല. അമ്മ ഇങ്ങോട്ട് വാ, വരും. നിങ്ങൾ അമ്മയുടെ കാൽപാദം ഒന്ന് വീഡിയോ എടുത്ത് തന്നതായിരിക്കും. അമ്മയുടെ നിങ്ങൾ പോയിക്കോളൂ അങ്ങോട്ട്. അമ്മക്ക് പറയാനൊന്നും അറിയില്ല, എന്നാലും പറയും അമ്മ.
പിന്നെ വാർത്തയ്ക്ക് ഈ അസുഖമാണ് പക്ഷാഘാതത്തിന്റെ അസുഖമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വഴി നടന്നു പോകുന്ന ഒരു വഴി ഉണ്ടായിരുന്നു, 3 ഫീറ്റ് വഴി നടന്നു പോകുന്ന വഴി ഉണ്ടായിരുന്നു. ആ വഴി സംബന്ധമായിട്ട് ഒരു വലിയ വിഷയം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഈ അമ്മേനെ കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു സംവിധാനം എനിക്കുണ്ടായില്ല, അന്നുണ്ടായില്ല. ഇന്നായി, അന്നുണ്ടായില്ല. ഈ 2 വർഷം മുമ്പ് ഉണ്ടായില്ല. അപ്പൊ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഓട്ടോറിക്ഷ പോകേണ്ട വഴി വേണം ഒരു ആഗ്രഹം എനിക്കുണ്ടായി. എന്താ വെച്ചാൽ ഞാൻ ഈ അമ്മേനെ ഇടുന്ന് താങ്ങിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി ഒറ്റയ്ക്ക് കൊണ്ടുപോയി, ഒറ്റയ്ക്ക് തോളിലിട്ടിട്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ട് ഇന്ന് എനിക്ക് അമ്മേനെ കൊണ്ടുപോകാൻ പറ്റി. നാളെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ വീണെങ്കിലോ വേറെ ആരെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ പോകാനുള്ള സംവിധാനമില്ല. അതിന് ആ വണ്ടി സൗകര്യം ഇല്ലവർക്ക് അത് ഞാൻ മനസ്സിലാവുന്നില്ല. അല്ല, ആ വഴി ആരുടേതാണ് ശരിക്കും? അത് പൊതുവഴിയായിട്ടുള്ളത് അതെ, രേഖയിൽ എല്ലാ സ്ഥലത്തും വഴി ഉള്ളതാണ്. അല്ല, ഇത് ഇപ്പൊ വണ്ടി പോകാനുള്ള ഒരു വഴിയാണല്ലോ ഇപ്പൊ. അത് ഇപ്പൊ സ്ഥലം കൂട്ടിയതാണല്ലോ, നടക്കാനുള്ള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കൂട്ടിയ ഭാഗം ഉണ്ടല്ലോ, അത് ആരുടെ വഴിയായിരുന്നു? അത് സ്ഥലമായിരുന്നു. അത് ഞങ്ങൾക്ക് വില കൊടുത്തിരുവാണിച്ചത് കൃഷ്ണൻ നായരുടെ ഞങ്ങൾ രേഖ ആക്കി തന്നില്ല. പക്ഷെ രേഖ ആക്കി തരാൻ വേണ്ടിട്ട് കബളിപ്പിച്ചത് അത് ഞങ്ങൾ അത് വിഷയങ്ങൾ കുറേയുണ്ട്. അതിന് അക്കതായ തെളിവും കാര്യങ്ങളും എൻ്റെ ഉണ്ട്. ഞാൻ പോയ കാര്യങ്ങളും പുറം പോക്ക് വന്നിട്ട് ഒരു ഭൂമിക്ക് റോഡ് ആവശ്യത്തിനായിട്ട് ആവശ്യം ചോദിച്ചു. നിങ്ങൾക്ക് എത്ര നഷ്ടപ്പെടുന്നത്? എനിക്ക് പൈസ ആയിട്ട് തരാനില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഭൂമി എൻ്റെ വീട് തട്ടി അങ്ങനെ കഴിഞ്ഞെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമി നിങ്ങൾക്ക് തരാൻ എനിക്കൊരു ഓട്ടോറിക്ഷ പോകുന്ന വഴി പറഞ്ഞിട്ട് അവരോട് കൃഷ്ണൻ ഇത് ആളോട് സംസാരിച്ചിരുന്നു. അന്ന് അവരുടെ മക്കൾ പറഞ്ഞത് കാശ് കൊടുത്തായിരുന്നു. അന്നല്ല, ഇല്ല, അന്ന് കൊടുത്തില്ല. പക്ഷെ കണ്ണില്ല. അന്ന് പറഞ്ഞു നിനക്ക് വഴിയുമില്ല. കൃഷ്ണേട്ടനെ ആദ്യം സമ്മതിച്ചായിരുന്നു, ഒരു വഴിയില്ലേ കൊടുക്കാന്നില്ലുണ്ടായിരുന്നു. മക്കൾ 2 പേരും പിന്നെ ഇതിനെതിർത്തു. അതിന് കൂട്ടു നിൽക്കുന്ന പാർട്ടിക്കാർ 2 മക്കളുടെ പേരെന്തായിരുന്നു? നിശ്ചയും നിത്യയും. അവര് തടസ്സം നിന്നു. കൃഷ്ണനായറിന് ഈ വഴി തരാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ ഈ പറഞ്ഞ 2 മക്കൾ തടസ്സം നിന്നു. എന്നിട്ട് ഞങ്ങൾ പാർട്ടിക്ക് കടലാസ് കൊടുത്തു. CPM പാർട്ടിക്കാരനായിരുന്നു ഞാൻ ഇപ്പോഴും അപ്പോഴും അതെ എപ്പോഴും അതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പാർട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുമ്പോൾ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകരോടല്ലേ പറഞ്ഞിട്ട് ശരിയാക്കുന്നത്. അങ്ങനെ ആയത് വെച്ചിട്ട് ഞാൻ പാർട്ടിക്ക് കടലാസ് കൊടുത്തു. കടലാസ് കൊടുത്തിട്ട് അതിൽ അവർ പറഞ്ഞു ഞങ്ങൾ ഇടപെടാം, ഞങ്ങൾ ഇടപെട്ടിട്ട് ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് അവർ മുറക്കെ സമ്മതിച്ചിട്ട് ഞങ്ങളെ ഇത് കാര്യങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ഒരു മീറ്റിംഗ് വെച്ചിട്ട് വിളിച്ച് ഞങ്ങൾ സംസാരിക്കാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ചർച്ചയൊക്കെ നടന്ന് അത് നടക്കില്ലായിരുന്നു. അവർ സമ്മതിക്കുന്നേയില്ല, അത് അവർ സമ്മതിക്കുന്നില്ല. കൃഷ്ണനായർ പറഞ്ഞു ഇല്ല, പാർട്ടിക്കാർ പറഞ്ഞു പാർട്ടിക്കാർ മുമ്പിൽ അവതരിപ്പിച്ച സമയത്ത് അത് അവരോട് സംസാരിച്ചു. അത് ശരിയാവൂല, പിന്നെ നിങ്ങൾ അത് ആ സ്വപ്നം വിടും. ഒരു പഞ്ചായത്തുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ ഒരു തോടൊക്കെ ഉണ്ടായിരുന്നു. ആ തോട് ഇപ്പോൾ റോഡായി കാണുന്നത് ഇപ്പോൾ ഒരു തോടായിരുന്നുള്ളൂ ഇതില്. ഇതിലെ ഇപ്പോൾ അത് ഇപ്പം വില എടുത്തു ഞങ്ങൾ. ഈ കൃഷ്ണനായർക്ക് പൈസ കൊടുത്തായിരുന്നോ? ഇപ്പൊ കൊടുത്തായിരുന്നു. എപ്പോ കൊടുത്തു? അത് ഒരു 4-5 മാസത്തിന് മുമ്പ്. 5 മാസം മുമ്പ് എത്ര പൈസ കൊടുത്തു? 1,70,000 രൂപ കൊടുത്തു. അതാണ് ആ സ്ഥലത്തിന്റെ വാല്യൂ. ആ പൈസ നിങ്ങൾ കൊടുത്തു? പൈസ കൊടുത്തു. അത് ഞാൻ ഒറ്റയ്ക്ക് കൊടുത്തതല്ല, അത് ഈ പറഞ്ഞ 3 വീട്ടുകാർ കൂടി കൊടുത്തതാണ്. കൊടുത്തിട്ട് അതിന്റെ എഗ്രിമെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എഗ്രിമെന്റ് തന്നു. കബളിപ്പിക്കൽ എഗ്രിമെന്റ് ആണ് തന്നത്. ഇല്ല, കബളിപ്പിക്കുന്ന എഗ്രിമെന്റ്. ആ എഗ്രിമെന്റിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണാം. പിന്നെടുത്താലും മതി. അല്ല, അപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞ പൈസ കൊടുത്തു, എഗ്രിമെന്റ് ഉണ്ടെന്ന് പറയുന്നു. അത് കബളിപ്പിക്കുന്ന എഗ്രിമെന്റ് ആണ്. എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ ഈ ഇവര് പറഞ്ഞത് ഇത് കാലാകാലത്തേക്കുള്ളതാണ്, അത് ദേഷ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി ഇവര് ചതിക്കാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ പിന്നെ അവര് ഈ പൈസ കൊടുത്തതിന് ഞങ്ങൾ ഒരു രേഖ വേണം, ഞങ്ങൾ പിന്നെ തർക്കത്തിന് നിൽക്കാൻ കഴിയും. ഒരു വഴിക്ക് വേണ്ടിയിട്ട് തന്നെ ഇത്ര കാലമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അസുഖമില്ല അമ്മേനെ ഇങ്ങനെ ആക്കിയിട്ട് ആർക്കൊരു താല്പര്യമില്ല. നമുക്ക് നമ്മുടെ അടുത്ത് പൈസയും കാര്യങ്ങളും ഇല്ല. പൈസ ഉള്ളടുത്ത് അവർ നിൽക്കുന്നു. അവർ ഒരു ചിന്ത നിൽക്കുന്നത് ഞാൻ റവന്യൂ മന്ത്രി ചന്ദ്രേട്ടൻ. അല്ല, ഞാൻ തൊട്ടുമ്പോ പറഞ്ഞല്ലോ ആ സമയത്ത് സൗജന്യമായിട്ട് വഴി തരാമെന്ന് കൃഷ്ണനായർ പറഞ്ഞു. പക്ഷെ ഈ 2 മക്കൾ തടസ്സം നിന്നു. ഈ 2 മക്കളാണോ പൈസ ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ കൃഷ്ണനായർ നേരിട്ടാണോ ഇത്ര 1,70,000 രൂപ വേണം എന്ന് പറയുന്നത്? മക്കളും പാർട്ടിക്കാരും മുഖാന്തരം ചർച്ച വിളിച്ചു. ആ ചർച്ചയിലാണ് ഈ പറഞ്ഞ തുക കൊടുത്താൽ വഴി തരാം എന്ന തീരുമാനം വരുന്നത്.
പാർട്ടിക്കാരൻ മുഖേനയായിരുന്നു എഗ്രിമെന്റ് ഒക്കെ തയ്യാറാക്കിയത്. പാർട്ടിക്കാരുടെ മുമ്പിൽ തന്നെ എഗ്രിമെന്റ്, അല്ലാതെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞില്ല. അന്ന് വെറും ഒരു എഗ്രിമെന്റ് മാത്രം. എന്തുകൊണ്ട് അന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രമിച്ചില്ല? അത് ഇവർ പറഞ്ഞു പെട്ടെന്ന് പൈസ കൊടുത്ത് നിങ്ങൾ വേഗം റോഡാക്കിക്കും, പെട്ടെന്ന് നിങ്ങൾ പൈസ കൊടുത്തിട്ട് വ്യത്യാസം നിങ്ങൾ റോഡാക്കി, അത് തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് തരാം, പൈസ വെച്ചിട്ടില്ല ഒരു എഗ്രിമെന്റ് തരാം, അത് രജിസ്റ്റർ ആക്കണമെന്നില്ല, ഞങ്ങൾ ഒപ്പിട്ടിട്ട് അത് ഇതാക്കാം, പിന്നെ നിങ്ങൾക്ക് ആധാർ അതിന് ഇത് കഴിഞ്ഞിട്ട് ആക്കി തരാൻ പറഞ്ഞു. പിന്നീട് ആദ്യം എഗ്രിമെന്റ് തരണം, പിന്നെ നിങ്ങൾക്ക് അത് രജിസ്റ്റർ ആക്കി തരാം, അതിന് കുറച്ച് സമയം പിടിക്കും, എന്തോ കാരണം പറഞ്ഞു. എന്ത് കാരണം പറഞ്ഞത് അമ്മക്ക് സുഖമില്ല, പിന്നെ വയസ്സായി അങ്ങനെ പറഞ്ഞൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതങ്ങനെ പറഞ്ഞിട്ട് അത് രണ്ടാമത് പറഞ്ഞത്. അത് ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. ആദ്യം അവർ പറഞ്ഞു പിന്നെ എഗ്രിമെന്റ് ഇപ്പൊ ഇത് മതി, നിങ്ങൾ ഇതിൽ നിങ്ങൾ മതി, നിങ്ങൾക്ക് വേറെ എഗ്രിമെന്റ് വേണ്ട, പാർട്ടിക്കാർ മുഖേന തന്നെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പൈസ കൊടുക്കാതെ ഇത് വാല്യൂ ഇത് എങ്ങനെ രജിസ്റ്റർ ആക്കാൻ എങ്ങനെ പോകും, നമ്മുടെ സ്ഥലത്തൊക്കെ എങ്ങനെ ഇത് സ്ഥലം വാല്യൂ വരും ഇത് ചോദിച്ചില്ല. അത് ഞങ്ങൾ കുറെ അടച്ചാക്ഷേപിച്ചു, നിങ്ങൾ ഇത് ചോദ്യം ചെയ്യേണ്ട, നിങ്ങൾക്ക് എന്തറിയും അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് അത് ഞാൻ അവള് പറഞ്ഞു. ഞങ്ങൾ 3 പേര് വീതിച്ചാണ് പൈസ വീതിച്ചിട്ടാണ് എടുത്തത്. ഞങ്ങൾ 56, 85 സുമതി, 56 ഞങ്ങള്, പിന്നെ ഇവര് മൂന്നാമത്തെ കക്ഷി 21. അങ്ങനെ സ്ഥലം നഷ്ടപ്പെടുന്നതനുസരിച്ച് ദൂരം അനുസരിച്ചിട്ട് പൈസ കൂട്ടിയാണ്. അപ്പൊ ഇവള് കഴുത്തിലും മാല ആഭരണങ്ങൾ പണയം വെച്ചിട്ട് തുക കൊടുത്തത്. അപ്പൊ അവര് പറഞ്ഞു നീ കാട്ടുജാതിക്കാരെ പൊന്നൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ കെട്ടന്റെ കൃഷ്ണേട്ടന്റെ മക്കള് പറഞ്ഞു. കൃഷ്ണേട്ടൻ പറഞ്ഞില്ല, കൃഷ്ണേട്ടന്റെ മക്കള് പറഞ്ഞു വന്ന പെണ്ണുങ്ങൾക്ക് അധികാരമില്ല. പിന്നെ ഇവര് വന്നതാണ്, വന്ന പെണ്ണ് അവിടെ ജനിച്ചു നടന്ന നാടിത്. അതായത് നായരായ താങ്കള് ഒരു താഴ്ന്ന ജാതിക്കാരിയായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചതിൽ അവർക്ക് യോജിപ്പില്ല എന്നാണ്. യോജിപ്പ് അതല്ല, അത് അവരായിട്ട് വിഷയമല്ല. അത് ഇപ്പൊ ഇത് പറയുമ്പോ എന്റെ മനസ്സിലായി വിഷമമാണ്. വന്ന പെണ്ണിന് അധികാരമില്ല പറഞ്ഞു. അപ്പൊ കാട്ടുജാതിക്കാരൻ ആക്ഷേപിച്ചു. ആക്ഷേപിച്ചത് ആരാണ്? അത് കൃഷ്ണന്റെ മക്കളാണ്. ഈ 2 മക്കളാണ് ഈ പറയുന്നത്. ഇവരും പറഞ്ഞു നിങ്ങളടുത്ത് കാട്ടുജാതിക്കാരെ നിന്റെ പൊന്നി ഞങ്ങൾക്ക് ആവശ്യമില്ല. അത് പറയാൻ പൈസ മേടിച്ചില്ലേ? പൈസ മേടിച്ച് ഇപ്പോൾ തിരിച്ചു മേടിച്ചില്ല. പൈസ അവിടെ തന്നെ ഉണ്ട് അവരുടെ കയ്യിൽ. പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. അതിന് റോഡാക്കിയിട്ടുണ്ടല്ലോ. റോഡാക്കിയിട്ട് അതിന്റെ എഗ്രിമെന്റും ആധാരം രജിസ്ട്രേഷൻ വരെ മുടങ്ങിയിരുന്ന സമയത്ത് ആണ് ഇപ്പോഴും അവര് പറയുന്നത് പിന്നെ അമ്മ കോമ സ്റ്റേജിലാണ്. എനിക്ക് ഫലമായി സംബന്ധിച്ചാൽ അവര് അമ്മയൊക്കെ മരുന്നൊക്കെ ഡോസ് കൂട്ടി കൊടുത്തിട്ട് രജിസ്റ്റർ വരുമ്പോഴേക്ക് കോമ സ്റ്റേജ് പോലെ ആക്കിയ ഒരു സംവിധാനം. ഈ അമ്മ എന്ന് പറഞ്ഞ കൃഷ്ണനായരുടെ വൈഫോ? അല്ല, അമ്മ കൃഷ്ണനായരുടെ അമ്മ, അവരുടെ അമ്മ. അപ്പൊ ഈ പറഞ്ഞ നിത്യ എന്ന് പറഞ്ഞ അവരുടെ മുത്തശ്ശി അവരുടെ കയ്യിലാണ് സ്വത്തുള്ളത്. അവരാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അവർ പല സമയത്തും അമ്മക്ക് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് മുടങ്ങി നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ രജിസ്റ്റർ വരുന്ന സമയത്തോ ഞങ്ങൾ എഗ്രിമെന്റ് അപ്രൂവൽ വായിക്കുന്ന സമയത്തോ പാർട്ടിക്കാരും വന്നിട്ടുണ്ടായിരുന്നു. ഇത് അവര് ബന്ധുക്കളും പാർട്ടിക്കാരും ഉണ്ടായിരുന്നു അവരുടെ സൈഡ്. ഇപ്പൊ ഞങ്ങൾ എല്ലാ സംവിധാനമാക്കി ആധാരം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തും നടന്നു, വായനയും നടന്നു. ഞാനാണ് കൂട്ടിക്കൊണ്ടുവന്നത് രജിസ്ട്രാർ, സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ഞാൻ കാണുന്നത്. അതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട്. കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്ത് പിന്നെ ടാക്സിയിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് മക്കൾ കൃഷ്ണൻ നായരുടെ മകൾ മൂത്ത മകൾ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ്. സാറ് പിന്നെ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു സാർ അത് ചെയ്യൂല എന്നത് ഉറപ്പല്ലേ. ഈ കൃഷ്ണനായരുടെ വീട്ടിലേക്കാണോ രജിസ്ട്രാർ കൊണ്ടുവന്നത്? അമ്മക്ക് വയ്യാന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോ ഒരു പിന്നെ മാറ്റി പറഞ്ഞു വയ്യ തരാൻ പറ്റില്ല. അല്ല, അമ്മ പറഞ്ഞില്ല, അമ്മ കൊമേഴ്സ്യലാക്കിയത്. അപ്പൊ അമ്മ അറിയാതെ ഈ പൈസ രാഷ്ട്രീയക്കാരും ഈ കൃഷ്ണന്റെ മക്കളും അവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് എന്റെ സംശയം. അതായത് നിലവില് നിങ്ങൾ കൊടുത്തേക്കുന്ന 1,25,000 രൂപ, ഈ പറഞ്ഞ 70,000 രൂപ ഈ പാർട്ടിക്കാരും ഈ മക്കളും നിങ്ങളെ പറ്റിച്ചു, സ്ഥലം തരാതെ വഞ്ചിച്ചു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് തന്ന എഗ്രിമെന്റ് കയ്യിലുണ്ടോ? അത് കബളിപ്പിക്കുന്ന എഗ്രിമെന്റ് ആണ് നിങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു എഗ്രിമെന്റ് അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്തതായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ? വേറെ എന്തെങ്കിലും തെളിവ്? പിന്നെ വോയിസ് റെക്കോർഡ് അങ്ങോട്ട് ചോദിച്ചു നാട്ടിൽ പാട്ടാണ് പൈസ കൊടുത്തത്. പൈസ കൊടുത്തത് ഉറപ്പായതുകൊണ്ടാണ് ഇത് റോഡായത്. പൈസ കൊടുത്തിട്ട് നിങ്ങൾ വികസനം റോഡ് വെച്ചോ അങ്ങനെ പറഞ്ഞിട്ട് റോഡാക്കിയത്. അത് ഞങ്ങൾ സംബന്ധിച്ചിട്ട് റോഡ് നിർമ്മാണം പുതിയ റോഡിൽ ഇപ്പൊ സർവീസ് തുടങ്ങി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ സമീപിച്ചായിരുന്നോ? കേസിന് വല്ലതും? കേസ് കൊടുക്കാൻ വേണ്ടി പോയതാ. പക്ഷെ പിന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള കടലാസ് ഞാൻ ഹാജരാക്കണം. അവിടെ പോലീസുകാർ വന്നായിരുന്നോ? പോലീസ് വന്നില്ല. എനിക്ക് വിളി കൊണ്ട് വേറെ പോകാനുണ്ടായിരുന്നു. താങ്കൾ ആക്രമിക്കുന്ന ഇന്നലെ ആയിരുന്നു മിനിയാന്നായിരുന്നു?
ഇന്നലെയാണ് ആക്രമിക്കുന്നത്. എത്ര മണിക്കാ? ഇന്നലെ അല്ല, മിനിയാന്ന് 7 അതിന് തലേദിവസം ഒരു വെല്ലുവിളി നടത്തിന്. മറ്റേ ഈ രഞ്ജിനി വയ്യാത്തിന്റെ ഭർത്താവ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, അത് ഈ തറവാടുണ്ട്, പട്ടത്തറവാട് എന്നിട്ട് ഒരു തറവാടുണ്ട്. ആ തറവാടിൻ്റെ അടുത്ത് നിന്ന് പിന്നെ നിന്റെ അമ്മ എന്നെ ഭീഷണിപ്പെടുത്തി, ഫോണിൽ ഭീഷണിപ്പെടുത്തി, നീ എന്താണ് പാർട്ടിക്കാരെ പറയുന്നത് എന്നെ വന്നിട്ട് എന്നെ ഭീഷണി, എന്റെ അമ്മ അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഫോണിൽ അസഭ്യം പറഞ്ഞു, അവരെ ഇതാക്കി പറഞ്ഞു. പിന്നെ എന്നെ പറയുന്നുണ്ട് ഞാൻ കള്ള് മദ്യപിച്ചിട്ട് വന്നിട്ട് അവരടിക്കുന്നു, അതും മറ്റേ എന്തൊക്കെ കുറേ അനവധി കേസൊക്കെ അവർ എനിക്കെതിരെ കൊടുത്തിട്ടും വന്നുകൊണ്ട് പോയിക്കൊണ്ടുള്ളതാണ്. പക്ഷേ കേസ് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മ കൊടുക്കുമ്പോൾ പോലീസുകാർ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ പാർട്ടിക്കാർ ഇടപെട്ടിട്ട് തടസ്സപ്പെടുന്നു. അമ്മേനെയും കൊണ്ട് കൊടുത്ത പരാതി ഇതുവരെ ഒരു റിപ്ലൈ ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ കൊടുത്ത പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ഇന്നലെയാണ് ആക്രമിച്ചത്? ഇന്നലെ ആക്രമിച്ചു. അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഈ ആക്രമിക്കുന്ന സമയത്ത് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നത്? സതീശൻ നായരോ? സതീശൻ നായർ. നായരൊന്നും പറയണ്ട, ഞങ്ങൾ അത് പറഞ്ഞിട്ടല്ല. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇവര് പൊന്നു പയ്യനെ രാഷ്ട്രീയക്കാർ വരെ അങ്ങനെ പറയുന്നവരുമ്പോ ഇവിടെ പിടിച്ച് ഉടുപ്പൊക്കെ വിളിച്ച് ആക്രമിക്കുന്ന സമയത്ത് ഭാര്യ കൂടെ ഉണ്ടായില്ല. ഇവന്റെ ഒച്ച കേട്ടിട്ട് തന്നെയാണ് ആ റോഡിന്റെ ശബ്ദം കേട്ടിട്ട് ഓടി വന്നു. ഇവിടുന്നാണ് ആക്രമിക്കുന്നത്. അതന്നെ ഈ ആ കയറ്റത്തിന് നിങ്ങൾ ആക്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ശബ്ദം കേട്ടിട്ട് ഭാര്യ നിങ്ങൾ വന്നതിന് ശേഷം അവർ ഓടിപ്പോയോ? നിങ്ങൾ കണ്ട ഉടനെ ഓടി? അത് സുധീന്റെ സതീശൻ തള്ളിയത് എന്താ പറയുന്നത്? സതീശൻ തള്ളിയത് പറയാ. അപ്പൊ അശോകൻ ഒരാളെ ഓടി, നീ മറ്റൊരാളെ ഓടിയത് കണ്ടില്ല. മറ്റേ ഒരാൾ 4 പേരുണ്ടായിരുന്നു. സതീശനും ചന്ദ്രനും അടിച്ചില്ലാണ്. രണ്ടുപേരും അടിച്ച് അശോകൻ അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിന്നിട്ടല്ലേ ഉണ്ടായിരുന്നു അവിടെ. മറ്റേ ഇവര് വരുമ്പോ ഒരാളെ ഓടി. ഒരാളെ 3 പേരോട് ഉണ്ടായിരുന്നു. 3 പിന്നെ ഉണ്ടായിരുന്നോ? എന്നെ അല്ല, നിങ്ങളൊന്നും സംസാരിക്കുന്ന സമയത്ത് അടിക്കാമെന്ന് അടിക്കാതെ ഇവിടെ സംസാരിക്കുന്നത് ഇവളെപ്പോഴും പോകുമ്പോൾ രാവിലെ പോകുമ്പോഴും ഒക്കെ അവിടെ നിന്ന് അസഭ്യം പറയലൊക്കെ ഉണ്ട്. തമ്പിലാട്ടി പോകുന്നത് അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പണിക്ക് പോകുന്നത്, രാവിലെ പോകുന്നത്. പോകുമ്പോ എപ്പോഴും പറഞ്ഞുകൊണ്ട് നിൽക്കും, കാട്ടുജാതിക്കാർ അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കും. ഞാൻ ഒന്നും പറയുന്നില്ല. അതാരെ ഈ പറഞ്ഞ ഈ 3 അടിക്കാൻ വന്ന 4 പേരും? അതല്ലല്ല, മക്കള് അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നു. അത് ഞാൻ കള്ളടിച്ചിട്ട് വന്നിട്ട് ഞാൻ അസഭ്യം പറയുന്നതല്ല, ഞാൻ അവരെ പറയുന്നു ചീത്ത പറയുന്നതല്ലാതെ. ചീത്ത പറയുന്നതിന്റെ അവര് കുറെ കേസ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ ഭാര്യനെ പറയുമ്പോ അവർക്ക് പറയാം, അവര് പറയുമ്പോ അവര് പാർട്ടിക്കാരെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകരാണെന്ന് പറയുന്ന ഈ 4 പേർ ഇവര് നിങ്ങൾ അടിക്കുന്നതും നിങ്ങൾക്കെതിരെ നിൽക്കുന്നതും ഈ പറഞ്ഞ രജിസ്ട്രേഷനായിട്ട് അവർക്ക് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അല്ല. ഈ കൃഷ്ണൻ നായരുടെ സ്ഥലം പത്മാവതി, നാരായണി, സുമതി, ഇവര് 3 പേരാണ് ഈ റോഡിനായിട്ട് എടുക്കുന്നത്. ആ രജിസ്ട്രേഷന്റെ സ്ഥാനത്ത് എനിക്ക് ഇവരെ ഒരു സംശയമാണ്. അവിടെ ഈ വേറെ സംവിധാനമൊന്നും ഇല്ലാതെ എടുത്ത് ഇവർക്ക് എന്താണ് അവിടെ കാര്യം ആവശ്യം? സതീശനെ വീട്ടിലത്തെ ആളല്ല, പിന്നെ രഞ്ജിനി മയ്യാലല്ല. ഇവരെല്ലാം കൂടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം പറഞ്ഞെങ്കിൽ 2 സൈഡും വേണ്ടേ സാറേ? ആ 2 സൈഡ് വഴിക്കല്ലേ രാഷ്ട്രീയ പ്രവർത്തനം നടക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്, ഒരു അഗ്രിമെന്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഈ പൈസ കൊടുത്ത സ്ഥലം മേടിച്ചു. പക്ഷെ ലീഗലി ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ആ രജിസ്ട്രേഷന്റെ സമയത്ത് പല പ്രാവശ്യം പല മുടക്ക് പറയുന്നു, അമ്മക്ക് വയ്യ എന്ന് പറയുന്നു. എന്നിട്ട് അമ്മക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടും അവരുടെ വീട്ടിലേക്ക് രജിസ്ട്രാറെ കൊണ്ടുവന്നതിന് ശേഷം പിന്നെ അവർ പറയുന്നു താല്പര്യമില്ല. കോമേഴ്സിൽ ആ സമയത്തേക്ക് പൈസ തിരിച്ചു ചോദിച്ചു, തന്ന പൈസ ചോദിച്ചില്ല. റോഡായിട്ടുണ്ട്, നിലവിൽ റോഡായിട്ടുണ്ട്. അതിന് ആർക്കും തടസ്സം നിൽക്കാനും പറ്റൂല. ശരി, അത് നടക്കാൻ എന്നാലും വേണ്ടേ നമുക്ക് ഇത് വേണ്ടേ? ഒരു പൈസ കൊടുത്തതിന് ഒരു രേഖ വേണ്ടേ? അപ്പൊ ഇത് ചോദിക്കാൻ പറയാനും വേണ്ടിയിട്ടാണ് ഈ 4 പേര് ഈ പറഞ്ഞ പാർട്ടിക്കാരെന്ന് പറഞ്ഞ 4 പേര് അത് ഭാര്യ നിങ്ങൾ അടിക്കാൻ എന്റെ ഭർത്താവിനെ അടിച്ച് ഞങ്ങളെ കാശ് വാങ്ങിച്ച് എന്റെ ഭർത്താവിനെ അടിച്ച് കൊല്ലാനും വരുന്നു. നിങ്ങൾ എന്തിന് ചെയ്യുന്ന കൊല്ലിട്ട് ഞങ്ങൾ പൊന്നും ഇതുമൊക്കെ വിറ്റിട്ടാണ് പൈസ കൊടുത്തിരുന്നത് പറഞ്ഞിട്ടേക്കുമ്പോ പൈസ ചോദിക്കും. നീ ആര് ഇവിടെ രാത്രി വന്നിട്ട് ഞങ്ങളടുത്ത് വന്നിട്ട് പൈസ ചോദിക്കേണ്ടത്? അതാണ് ഈ സംഭവത്തിനോട് ഈ സംഭവം ഒച്ച കേട്ടിട്ട് പറയുന്ന സമയത്താണ് തള്ളിയിട്ട് പിടിച്ചിട്ട് ഓടിയത്. നിങ്ങൾ തള്ളിയോ?
നിങ്ങൾ തള്ളിയതാരോ? സതീശൻ. ഇയാളിങ്ങനെ തള്ളിയിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. പൈസ ചോദിക്കുന്നത് ആരും ചോദിച്ചു. പൈസ ചോദിക്കാൻ നീ ചോദിക്കുന്നു. നീ എന്ന് പറഞ്ഞ അഭിസംബോധന തള്ളിയത്. പിന്നെ ഭാഗ്യമാണ് നിന്നിട്ടില്ല. ഓടി. ഓർക്ക് ബോധമൊന്നും ഉണ്ടായില്ല. തല്ലിയിട്ട് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു, വെള്ളം കൊടുത്തു. 2 ദിവസം മുമ്പ് ഞാൻ സ്റ്റേഷനിൽ പോയായിരുന്നു. 2 ദിവസം മുമ്പ് അത് പറയാനുള്ള കാരണം ഈ 2 ദിവസം മുമ്പ് ഞാൻ ഈ സ്റ്റേഷനിൽ പോയായിരുന്നു. പിന്നെ ഈ തർക്കങ്ങൾ നടക്കുന്ന കേസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ 15 ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നത് അവിടെ 2 കൂട്ടർ എഴുതി ഒപ്പിട്ടിട്ട് വന്നതാണ് അന്ന് ഇതേ പാർട്ടിക്കാരുടെ നേതൃത്വത്തിൽ. അതുകൊണ്ട് അവിടെ ഇത് അറിയിക്കണമല്ലോ, എനിക്ക് ഈ രജിസ്ട്രേഷൻ നടക്കാത്ത കാര്യം അറിയിക്കണമല്ലോ. അത് അറിയിക്കാൻ വേണ്ടി പോയിട്ട് സാർ പറഞ്ഞു ഇപ്പൊ സാറില്ല, ഞങ്ങൾ ആ കേസ് കൈകാര്യം ചെയ്യുന്ന സാറില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് നാട്ടിൽ പോകുന്ന അവിടെ ഇവർ അറിഞ്ഞു ഞാൻ പോയ കാര്യം. പാർട്ടിക്കാർ അറിഞ്ഞിട്ടാകുമ്പോൾ നീക്ക് കിട്ടിയത് പോരാല്ലേ, നീ നാട്ടിൽ ശത്രുവായിട്ട് നിന്റെ പിറകിൽ ആരോ കളിക്കുന്നുണ്ടെന്നുള്ള കൊണ്ട് ഭീഷണിപ്പെടുത്തിന്. ഇത് ചന്ദ്രൻ പെട്ടതറവാട്ടിൻ്റെ അതിൽ കൃഷ്ണൻ എന്നാളെ ഈ ചെരുപ്പൊക്കെ ഊരിയിട്ട് എൻ്റെ മുഖത്തടിക്കാൻ വരെ വന്നു. അതിന് സാക്ഷി പറയുമെന്നറിയില്ല, കണ്ടവരുണ്ട്. ആരെങ്കിലും സാക്ഷികൾ പറയുന്നുണ്ടെങ്കിൽ നല്ലതായിരുന്നു. അത് 10 ആൾക്കാരെ കണ്ടതാണ്. ഈ നിത്യ എന്ന് പറഞ്ഞ പെണ്ണാണ് കാലിൽ ചെരുപ്പ് ഊരിയിട്ട് പിന്നെ മുഖത്തടിക്കാൻ വേണ്ടി വന്നത്. എന്നെ അടിക്കാൻ വേണ്ടി അതിന് പല സാക്ഷികളുണ്ട്. സാക്ഷികൾ പല ആൾക്കാരുണ്ട്. പക്ഷെ ഇത് അനുകൂലിച്ചിട്ട് എനിക്ക് അനുകൂലിച്ച് പറയുമെന്നറിയില്ല. ധൈര്യമുണ്ട് ആരും പറയുമെന്ന് തോന്നില്ല. ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണ് ഞാൻ പറയുന്നത്, സത്യമല്ലാത്ത കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ സത്യത്തിന് ഇപ്പോൾ ഒരു ഇതുമില്ല. ദരിദ്രന്മാർ നമ്മൾ ദരിദ്രന്മാരാണ്, അതിദരിദ്രന്മാരായി നിയമം ജീവിച്ചിട്ടുള്ളത്. നമ്മ അങ്ങനെ പറയുമ്പോൾ അവരെ ഔദാര്യം അത് ഇത് ജാതി അത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവദേശിക്കുന്നത്. ഇവിടെ കേരളത്തെ വണ്ടി ഒരു സ്കൂട്ടി ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഇതെല്ലാം ചെയ്യാനുള്ള സംവിധാനം. ഇതിനു മുമ്പ് ഞാൻ സ്വന്തം ആക്സിഡന്റ് ആക്കി ഞാൻ ഇതേ കൃഷ്ണൻ നായർ ഞാൻ തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ വണ്ടിക്കടിയിൽ ഞാൻ കാല് വെച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പോകണ്ട, എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ തരാതെ നിങ്ങൾ പോകണ്ട. വണ്ടി പോയതല്ല, അയാൾ അബദ്ധത്തിൽ ഞാൻ അയാൾ അറിഞ്ഞുകൊണ്ട് കൃഷ്ണൻ നായർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷെ റവന്യൂ മന്ത്രിയായിട്ടുള്ള ചന്ദ്രേട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ടായി. അവരാണ് ഈ സ്വത്തെല്ലാം എനിക്ക് ഉണ്ടാക്കിയിട്ട് തന്നത്. എനിക്ക് ഉണ്ടാക്കി തന്നില്ല, എൻ്റെ അച്ഛനും ഈ എല്ലാം ഉണ്ടാക്കി കൊടുത്തത്. CPM-ന്റെ മുൻ സംബന്ധിച്ച നേതാവ് അതേ മറ്റേ റവന്യൂ മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടു വരെ പോയി കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായി. അപ്പോൾ അവർക്ക് പണ്ടത്തെ പോലെ എല്ലാ രാഷ്ട്രീയം ഇപ്പോൾ പറയാൻ പണ്ടത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇത്ര സംവിധാനം വഴി വരെ അന്ന് അദ്ദേഹം ആ വഴി വെച്ചതുകൊണ്ട് എനിക്കിന്ന് റോഡായി. അന്ന് ആ വഴിയുള്ളതുകൊണ്ട് ഇപ്പൊ അത് ആ 3 ഫീറ്റിന്റെ കൂടെ 5 ഫീറ്റ് വാങ്ങിക്കാനേ എനിക്കുണ്ടല്ലോ. ആ 3 ഫീറ്റ് ഉള്ളത് കൊണ്ട് നടന്നു പോകുന്ന വഴിയിൽ കൂടെ 5 ഫീറ്റ് മേടിച്ചിട്ട് ഓട്ടോ പോകേണ്ട വഴി എൻ്റെ വീട്ടിലേക്ക് ആ സംവിധാനമായിട്ടുണ്ട്. അതിന് നിയമത്തിലെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ അവരോട് പോയിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയാത്ത ഞാൻ പോയി ചോദിച്ചു. ഇവര് ആരും എനിക്കത് പറഞ്ഞു തന്നില്ല. നിങ്ങൾ ഈ കാര്യത്തിൽ ഇത്രത്തോളം പ്രതികരിക്കാനുള്ള കാരണം എന്താണ്? ഇത്രത്തോളം പ്രതികരിക്കാന്ന് പറഞ്ഞാൽ നിരന്തരം ഇവരെ ഭാര്യനെ അവര് എപ്പോഴും ചീത്ത പറയുന്നത് അവര് കണ്ടമാനെ ചീത്ത പറയുന്നത്. അപ്പൊ അത് ഞാൻ സഹികെട്ട് ഞാൻ പറയുന്നത് ഇവർ എന്ത് പറയുന്നില്ല. ഇവർ കരഞ്ഞിട്ട് സങ്കടം കൊണ്ടും പാർട്ടിക്കാരോടത്ത് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് സതീശനോട് പറയുന്നുണ്ട്, മറ്റേ രഞ്ജിനി മയ്യാലത്തോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാം സ്വഹാന്റെ കൈ നടത്തിയിട്ട് പോകുന്നതാ. പക്ഷെ അവരൊന്നും നേരെ വൈകി ശരിയാക്കാത്തത് കൊണ്ടാണ് ഞാൻ ഗതി കെട്ടുകൊണ്ട് ഞാൻ അതിനെ പറയുന്നത്. അപ്പൊ അത് അവര് വലിയ സംഭവമാക്കിയിട്ട് എപ്പോഴും പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്കെതിരെ പരാതി കൊണ്ട് പോകുന്നത്. അപ്പൊ പോലീസുകാർ വരുന്നു. പോലീസുകാർ എപ്പോഴും 2, 3, 4, 5 പ്രാവശ്യം വരെ എനിക്കെതിരെ കേസ് ഇവര് കൊടുത്തു. എന്ത് കേസ് കൊടുത്തു? അവര് ചീത്ത പറയുന്നത്, കള്ളു കുടിച്ച് ഞാൻ ചീത്ത പറയുന്നത്. പക്ഷെ കുറച്ചൊക്കെ ശരിയാണ്, ഞാൻ പോലീസുകാർ സമ്മതിച്ചിട്ടാണ്. പക്ഷെ പോലീസ് മുഖാന്തരമാണ് എനിക്ക് വഴിയായത്. എന്നിട്ട് അത് രാഷ്ട്രീയക്കാർ അത് ഇവിടുത്തെ രാഷ്ട്രീയ താല്പര്യ കക്ഷികൾ അത് മുതലെടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഈ മറ്റേ നേരത്തെ പറഞ്ഞില്ലേ ചന്ദ്രേട്ടൻ വഴി ഞാൻ റവന്യൂ മന്ത്രിയായിട്ടുള്ള ചന്ദ്രേട്ടൻ വഴി നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് ഞാൻ റോഡിന് വേണ്ടിയിട്ട് ഒരു പരാതിയൊക്കെ കൊടുത്തിന്. അദാലത്തിൽ പോയി അങ്ങനെയെല്ലാം പോയിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട് എന്റെ. അത് പിന്നെ ഹാജരാക്കാം. അതുവഴി ചന്ദ്രേട്ടൻ പറഞ്ഞ നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് ഞാൻ വഴിയാക്കിയാണ്. അതിനെ കുറിച്ച് രാജേട്ടൻ നമ്മളെ സഹായിച്ചു. വി രാജൻ എന്ന് പറഞ്ഞ ഒരാള്. അയാളും പാർട്ടി പ്രവർത്തനത്തിന്റെ ആൾ തന്നെ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവരെ കണ്ടുപഠിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ അവരെല്ലാം കുറച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഇതിനെ പറ്റിയിട്ട്. അത് അവരടുത്ത് പോകുന്നത് ഇവർക്കാവുന്നില്ല.
അതാണ് നമുക്ക് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നത് നല്ലത് പറയുന്നത് അങ്ങനെയല്ല. എനിക്ക് ഉണ്ടായ ഗുണം കിട്ടിയതവരെ ഞാൻ പറയുന്നത്. നമ്മൾ ഉപകാരം കിട്ടിയതല്ലേ നമ്മൾ നിൽക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ അവരടുത്തും ഒരു ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഞാൻ ഇതാക്കി അങ്ങനെ എന്റെ പാർട്ടിക്ക് ക്ലാസ് ഇവർക്ക് കൊടുത്ത ആൾക്കാരുടെ ക്ലാസ് അവർക്കും കൊടുത്തായിരുന്നു. അവര് വന്നിട്ട് നോക്കാനും ചെയ്തു. വഴിയില്ല അങ്ങനെ സംവിധാനം അല്ല, അവർക്ക് മനസ്സിലായി. അങ്ങനെ പരാതിക്ക് അങ്ങനെ പോയി നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്, നീ നിയമത്തിന്റെ വഴിക്ക് പോകുന്നത് നിന്നാരും ഉപദ്രവിക്കാൻ വരില്ല എന്ന്. എന്നെ ഉപദ്രവിച്ചതെല്ലാം ഈ പറഞ്ഞ കക്ഷികളാണ്. അവരാണ് പിന്നെ ഞങ്ങളിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഈ നോക്കാൻ തന്നില്ല. അവരാണ് അതാണ് ഇങ്ങനെ ജാതീയപരമായി തന്നെ അവളെ പറയുന്നത് പറയുന്നത്. അത് അവളെ പറഞ്ഞത് സത്യമാണ്. ഞാൻ വേറെ നമുക്ക് ഇത് വലിയ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എങ്ങനെയാണ് ജാതീയപരം അധിക്ഷേപിച്ചു പറയുന്നത്? നാട്ടുജാതിക്കാരല്ല പറയുന്നത്. അത് നിരന്തരം പറഞ്ഞതാണോ അല്ലെങ്കിൽ അവര് തോന്നുമ്പോ ഇങ്ങനെ പറയുന്നു? നിങ്ങൾ കാണുന്ന സമയത്തെല്ലാം അത് രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവള് രാവിലെ സ്കൂളില് എന്നെ മുകളിൽ സ്കൂൾ വണ്ടിയിൽ പോകുന്നതാണ്. എന്നെ മറ്റേ ആയ വണ്ടിയിൽ കൊച്ചുകുട്ടികളെ വണ്ടിയിൽ പോകുന്നത്. രാവിലെ പോകുന്ന സമയത്ത് രാവിലെ ഇത് കെട്ടിച്ച് അവരെ രാക്കം കെട്ടിക്കാണ് ഇവിടെ പോകുന്നത്. അത് എന്നെ എന്റെ പണി എത്ര നഷ്ടപ്പെടുത്തി. എന്നെ ശരിക്കും പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. ഓരോ കേസും ഓരോ കാരണം പറഞ്ഞിട്ട് ഇതേ ഈ വീട്ടുകാർ എന്തോ വ്യക്തിവൈരാഗ് എന്ത് എന്നെ ഇങ്ങനെ ഡ്രോയിൻ ചെയ്യുന്നതെന്ന് അറിയില്ല. അവർ ഇതാണ് ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ എഗ്രിമെന്റ്, കബളിപ്പിച്ച എഗ്രിമെന്റ്. ഇതിനകത്ത് എവിടെയാ കബളിപ്പിച്ചെന്ന് പറയുന്നത്? ഏത് കാണിക്കാനോ? ഇതിൽ പൈസ എഴുതിയിട്ടില്ല, എമൗണ്ട് എഴുതിയിട്ടില്ല. വില ഇത് തുല്യമായിട്ട് എല്ലാരും വിട്ടുവീഴ്ച ചെയ്തെന്നാണ് പറഞ്ഞത്. ഇതില് മറ്റേ ഇത്ര ആൾക്കാർ ഒപ്പിട്ടിട്ടുണ്ട്. അത് പറയുന്നില്ല, അത് കാണട്ടെ, പേര് കാണട്ടെ. ഇതിൽ പൈസ എഴുതിയിട്ടില്ല. സ്ഥലം അനുവദിക്കുന്ന കാര്യം എഴുതിയിട്ടുണ്ടോ? ഇല്ല, സ്ഥലം വഴി ഇതാക്കുന്നുണ്ട്. ഇതിന് 100 കൊല്ലത്തെ വാലിറ്റിയാണ് ഇത് അവർ പറഞ്ഞത്. പിന്നെ രഞ്ജിനി മയ്യാണ് ഈ എഗ്രിമെന്റ്. ഇത് ഭയങ്കര കോമഡിയാ. അതായത് ഈ എഗ്രിമെന്റിനകത്ത് 8 ഫീറ്റ് സ്ഥലം വാഹനങ്ങൾക്ക് പോകാം, ഇരുചക്ര വാഹനങ്ങൾക്ക് പോകാം, കാറിനുകൾ പോകാം, അതിനെ അനുവദിച്ചു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ കക്ഷികൾ ഒപ്പിട്ടേക്കുന്നതാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് ഇതിന് ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതോ പൈസ കൊടുത്തതായിട്ടുള്ള രേഖയല്ലേ? അല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ എഗ്രിമെന്റ് ആക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് വായിച്ചു നോക്കിയില്ലായിരുന്നോ? നിങ്ങൾ കൊടുത്ത പൈസ എഗ്രിമെന്റിനകത്ത് വന്നിട്ടുണ്ടോ? ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം നിങ്ങൾക്കാണ്, രജിസ്റ്റർ ചെയ്യുന്നത്, ഇത്ര കാലം ചെയ്യാം, ഇതിലെ കാര്യങ്ങൾ എഗ്രിമെന്റിൽ വരണ്ടേ? എന്നാലേ ഇത് എഗ്രിമെന്റ് ആവുള്ളൂ. അതെ, അത് അന്വേഷിച്ചിട്ടായിരിക്കാൻ പോലെ അവര് പറഞ്ഞത് 100 കൊല്ലത്തെ വാലിഡിറ്റി ഉണ്ട്. അതെ, നിങ്ങൾ ഒപ്പിടുന്നതിന് മുമ്പ് അന്വേഷിക്കാമായിരുന്നു. അന്വേഷിച്ചു, ഒപ്പിട്ടത് ഇതിലെ ഒപ്പനെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ഒപ്പ് നമുക്ക് തന്നതെന്ന്. നിങ്ങൾ ഒപ്പിട്ടതല്ലേ? അതെ, എന്റെ അമ്മയുടെ ഒപ്പ് ഇതല്ല. ഇതല്ല എന്റെ അമ്മയുടെ ഒപ്പ് വേറെ. അതായത് ഈ എഗ്രിമെന്റ് നിങ്ങൾ കണ്ടിട്ടേ ഇല്ലേ? കണ്ടു. അത് ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചതൊന്ന്. ഓക്കെ, കേൾപ്പിച്ചു തന്നു. ഞങ്ങളെ കയ്യിൽ തന്നത് വേറൊന്നും. തന്നത് തന്നത് ഞങ്ങൾ റോഡിലെ JCB റോഡ് വലിക്കുന്ന സമയത്ത് കരോട്ടമൂലയിലെ സതീശൻ എന്നെ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ട്. അപ്പോ ഇതിനകത്തുള്ള ഒപ്പ് നിങ്ങളുടെ അമ്മയുടെ അല്ല, അമ്മയുടെ പേരിലാണ് എഴുതിയിരുന്നത്. അമ്മയുടെ പേരില്ല, അമ്മയും കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ ഇതിനകത്ത് ഒപ്പിടുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഇടുന്നില്ല. എന്റെ അമ്മയുടെ ഒപ്പിതല്ലാന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. ഇത് നിങ്ങളുടെ ഒപ്പല്ല. ഇത് ശരിക്കും പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ സത്യമാണെങ്കിൽ ഇത് ഫോർജഡാണ്. ഇത്രയും ഫേക്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സ് ഇവർ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ്. കാരണം അത് പരിശോധിക്കണം. ഇദ്ദേഹം എഗ്രിമെന്റ് ആക്കുന്ന സമയത്ത് ഇവർക്ക് വായിച്ചു കൊടുത്ത എഗ്രിമെന്റ് ഒന്ന്, ഇവർക്ക് കയ്യിൽ കൊടുത്തു ഇതൊന്ന്. കയ്യിൽ കൊടുത്ത് ഇദ്ദേഹം മേടിച്ചു വന്നു. പിന്നെ നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്. നോക്കുമ്പോ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് അമ്മയുടെ ഒപ്പല്ല എങ്കിൽ ഇത് ഫോർജ്ഡ് അല്ലേ? ഈ ഫേക്ക് ആയിട്ടുള്ള ഇത് ഇദ്ദേഹം പറഞ്ഞ സത്യമാണെങ്കിൽ ഇതൊരു ഫേക്ക് ഡോക്യുമെന്റ് ആണ്. ഇനി വേറെ ഒന്നും കാണിക്കാം. രജിസ്ട്രാറെ വീട്ടിൽ കൊണ്ടുപോയതും അമ്മയ്ക്ക് സുഖമില്ല അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹം ഓൾറെഡി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒപ്പിടാനുള്ള കർമ്മം മാത്രമേ ബാക്കിയുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ പറഞ്ഞ ആളുടെ വീട്ടിൽ നിരന്തരം പോയെന്നും അമ്മയ്ക്ക് ഒപ്പിടാൻ വയ്യ എന്ന് പറഞ്ഞതുകൊണ്ട് രജിസ്ട്രാറെ വരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും പറ്റൂല എന്ന് പറഞ്ഞു. രജിസ്ട്രാറെ കൊണ്ടുവന്ന കടലാസാണ്. രജിസ്ട്രാറെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളത് അതിന്റെ അപേക്ഷ വാർദ്ധക്യ സഹജമായ അസുഖം. ഇത്
പിടിക്കണം. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട്, അതായത് ഞാൻ അമ്മ അവിടുത്തെ അവിടുത്തെ അമ്മയാണ് ഇത് ഒപ്പിട്ട് തരേണ്ടത്. അത് ഇത് ചെയ്യേണ്ടത് കൃഷ്ണൻ നായരാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്തു കൊണ്ടുവന്നത് ഞാനാണ്. ഓക്കെ, നിങ്ങളുടെ കാര്യമാണ് എങ്കിലും നേടണം. ഈ ഫുൾ ചെലവ് ഞാൻ വഹിച്ചിട്ട് ഇതിപ്പോ ഓൾറെഡി നോക്കൂ, 1000, 2000, 3000, 3500, 3550 രൂപയുടെ സ്റ്റാമ്പ് തന്നെ ഉണ്ട് ഇതിനകത്ത്. ഇത് മേടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ അലയാണ്, ഒപ്പിടാൻ അവർ സമ്മതിക്കുന്നില്ല. അവർ കൊടുക്കണ്ട. കൊടുത്തിരിക്കണ എഗ്രിമെന്റ് ആണെങ്കിൽ അത് തലയും പാലില്ലാത്തൊരു എഗ്രിമെന്റ്. അപ്പൊ ഇദ്ദേഹം കൊടുത്തേക്കുന്ന 1,70,70,000 രൂപ അല്ലെ, അതിപ്പോ എവിടെ പോയി? അത് ചോദിക്കുമ്പോഴാണ് ഇവര് ആക്ഷേപിക്കുന്നത്, തല്ലാമെന്നത്. അതാണ് ആ പൈസക്ക് തെളിവില്ല. നിങ്ങൾ കൊടുത്തതിന് തെളിവുണ്ടോ? കൊടുത്തതിന് വോയിസ് റെക്കോർഡ് ഉണ്ട്. വോയിസ് റെക്കോർഡ് എന്താണ്? വോയിസ് റെക്കോർഡ് അത് അരമണിക്കൂറിലെ വോയിസ് റെക്കോർഡ് ഉണ്ട്. അരമണിക്കൂർ വോയിസ് റെക്കോർഡ്. അങ്ങനല്ല, പ്രസ്തുത ഭാഗം എന്തായി പൈസ കൊടുത്തായി തെളിവ് എന്ന് പറയുന്നത്? അമൗണ്ട് എടുക്കുമ്പോൾ പിന്നെ കേൾപ്പിക്കാം, പറഞ്ഞാൽ മതി. ഉണ്ട്. അതില് നീ വില കൊടുത്ത് വാങ്ങിയെങ്കിൽ അതിൽ പൈസ ഉൾപ്പെടുത്താതെന്ന് ചോദിച്ചപ്പോ ഇതിൽ പൈസ ഉൾപ്പെടുത്താതെ പറഞ്ഞത്, ഇത് പൈസ ഉൾപ്പെടുത്തിയെങ്കിൽ നമ്മൾ അത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പൊ പൈസ ഉൾപ്പെടുത്തിയെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിലേക്ക് ഇത്ര പൈസ കെട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പൈസ മേടിച്ചു എന്നുള്ളത് തെളിവുണ്ട്. അല്ല, ഇതിങ്ങനെ പൈസ നിങ്ങൾ കൊടുക്കുന്നത് സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ? സാക്ഷികളുണ്ട്. ആ സാക്ഷികളാണ് ഈ 4 സാക്ഷികളുണ്ടല്ലോ. ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. 4 എഗ്രിമെന്റിനകത്ത് 4 കക്ഷികൾ ഒപ്പിച്ചിട്ടുണ്ട്. നാട്ടിൽ ഫുള്ള് പാട്ടായി. ഇവിടെ അവർ ഒപ്പിട്ടിട്ട് കാര്യമില്ല, കാരണം ഇതിനകത്ത് എമൗണ്ട് ഇല്ല. പക്ഷെ ഇതിൽ ഒപ്പിട്ടിട്ട് ഈ 4 കക്ഷികളാണ് പൈസ കൊടുത്തിട്ട് അവർക്ക് പൈസ ഏൽപ്പിച്ച് അവര് പിന്നെ പാർട്ടിക്കാരെ എടുത്തില്ല. പാർട്ടിക്കാര് അവർക്ക് പൈസ ഞങ്ങളെ പാർട്ടിക്കാർ മുമ്പ് എഴുതിയ എഗ്രിമെന്റ് ആണ്, അതിന്റെ തലയും പാലും ഇല്ല. പക്ഷെ ഈ പൈസ മേടിച്ചിട്ട് ഇത് കൃഷ്ണൻ നായർക്ക് കൊടുത്തു. അതുവരെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വഴി ഞാൻ കണ്ടു, കാറ് വരാനുള്ള ഒരു വഴിയുണ്ട്. ഇപ്പൊ ഈ വഴി അവര് ക്ലോസ് ചെയ്യാനോ മതിലിടാനോ മൂടാനോ ശ്രമിച്ചു ഇടക്ക്? ഇല്ല. ഇതില് പോണ്ട നിങ്ങൾ വഴി ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞ ശരിക്കും വഴി അവിടെ ഉണ്ട്, വഴിയുണ്ട്, അതൊരു കുഴപ്പമില്ല. പക്ഷെ വഴി നിങ്ങളെ വഴിയിലായിട്ടില്ല, എഗ്രിമെന്റിലായിട്ടില്ല. അതായത് ഈ പറഞ്ഞ ഡോക്യുമെന്റ് ആയിട്ടില്ല, രജിസ്റ്റർ ആയിട്ടില്ല. വഴി അവിടെ ഉണ്ട്. ആ വഴി തരുന്നുള്ള എഗ്രിമെന്റ് ആണിത്. ആ വഴി അവർ തടസ്സപ്പെടുത്തിയാൽ മാത്രമേ ഈ എഗ്രിമെന്റിന് വാല്യൂ. അല്ലാതെ ആ വഴി നിങ്ങളുടെ ഉടമസ്ഥയിൽ വന്നിട്ടില്ല. അതിൽ ഇവരിത് ഒപ്പിടണം, അതിൽ ഒപ്പിടുന്ന അമ്മ വേണം. അതിപ്പോ നടക്കുന്നില്ല. എന്നാലും പൈസ കൊടുത്തു, 1,20,000 കൊടുത്തു, ഒരു കാര്യമില്ല. 3 വീട്ടുകാർ കൂടിയിട്ടാണല്ലോ വഴി ആവശ്യപ്പെടുന്നത്. അത് നിങ്ങൾ 1,70,000 കൊടുത്തു, ബാക്കിയുള്ളവർ കൊടുത്തു? അല്ല, എല്ലാരും കൂടിയിട്ട് 1,70,000. എല്ലാരും കൂടിയിട്ടാണ്. നിങ്ങൾ എത്ര കൊടുത്തത്? 56,000 കൊടുത്തു. എല്ലാരും കൂടെയാണ് 1,70,000 വരുന്നത് അല്ലെ? 2 സെന്റ് സ്ഥലം, 2 സെന്റിന്റെ. അപ്പൊ മറ്റു പറഞ്ഞ 2 വീട്ടുകാർ എന്താണ് ഇപ്പൊ പറയുന്നത്? അവര് പെണ്ണുങ്ങളെ മാത്രമുള്ള വീടാണ്. അവര് പിന്നെ അവർക്ക് പിന്നെ അങ്ങനെ പോകാനുണ്ടാകാൻ. പക്ഷെ നമുക്ക് സപ്പോർട്ടാണ്. പക്ഷെ എല്ലാവരും പേടിയാ. അവർക്ക് പേടി തന്നെ. ഇവരെല്ലാം രാഷ്ട്രീയ ഇനി അതിലും എങ്ങനെ പ്രതികരിക്കുന്നതല്ല. ഞാനിങ്ങനെ പ്രതികരിക്കുന്നത് തന്നെ എന്റെ ഭാര്യനെ ഈ ജാതിപരമായിട്ട് അവരെ ഇങ്ങനെ പറഞ്ഞു. ഈ സംവിധാനം ഉണ്ടാക്കി തന്നെ നല്ലതിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ടിക്കാർ പറഞ്ഞത്. ഈ പാർട്ടിക്കാർ പൈസ മേടിച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങളിൽ പൈസ മേടിക്കോളും ഈ പാർട്ടിക്കാരുണ്ടായിരുന്നു. തിരിച്ചു വരുന്ന പാർട്ടിക്കാർ ഇല്ല. ഇവർ ചോദിച്ചു, സതീശനായിട്ട് ചോദിക്കുമ്പോ നീ ആര് ചോദിക്കേ, നീ എന്റെ പൈസ തന്നില്ല, കൃഷ്ണനോടല്ലേ ചോദിക്കുന്നത്, അങ്ങനത്തെ എല്ലാം ചോദിക്കുന്നത്. അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു പോകും. അങ്ങനെ പ്രതികരിച്ചിരിക്കുമ്പോ ഇങ്ങനെ വഷളായി വീട്ടിൽ പോയ കാര്യങ്ങളാണ്. തീർച്ചയായും. എന്തായാലും ഈ ഇത്രയും പൈസയും കൊടുത്തു. പിന്നെ ഇങ്ങനെ രജിസ്ട്രേഷൻ മുടക്കി, പല്ലും പോയി, 2 പല്ല് അടിച്ചു പൊട്ടിച്ചത് സതീശൻ. കൈ കൊണ്ടാണോ അടിച്ചത്? പാട്ടി കൊണ്ടാണ്? പാട്ടി കല്ല് മറ്റേ ഹെൽമെറ്റ് കൊണ്ട് അടിച്ചായിരുന്നു. ഹെൽമെറ്റ് കൊണ്ടാണ് സ്കൂട്ടി അവിടെ പതുങ്ങിയിട്ട്. ഇവര് കൊട്ടേഷൻ കൊടുത്തത് തന്നെ എനിക്ക് ഈ വീട്ടുകാര് പിന്നെ മനഃപൂർവ്വം മറ്റേ ഇത് രജിസ്ട്രേഷൻ മുടക്കിയിട്ടില്ല. ഇത് ഞാൻ പ്രതികരിക്കുന്നത് കണ്ടതിന് ശേഷം ഇവര് വളഞ്ഞിട്ട് തല്ലിയതാണ്. എന്താ എന്നെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എന്നോട് പറഞ്ഞു, നീ ഇതിൽ നീ പുറത്ത് പോകില്ല എന്നിട്ട് എനിക്ക് ഭീഷണിയൊക്കെ ഉണ്ട്. എന്റെ അമ്മയ്ക്കും ഭീഷണിയുണ്ട്, എന്റെ കൊച്ചിനും ഭാര്യക്കും ഭീഷണിയുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ നായരുടെ 2 മക്കൾ നിങ്ങളെ അടിക്കാൻ വേണ്ടി, അതായത് നിങ്ങൾക്കെതിരെ കൊട്ടേഷൻ നൽകിയെന്ന് പറയുന്ന 4 പേര് അടിക്കുന്നത് അവരുടെ കൊട്ടേഷൻ ആണോ? അത് ഈ പാർട്ടിക്കാരെ എല്ലാരെയും ഞാൻ പറഞ്ഞില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ മാത്രമേ ഞാൻ പറഞ്ഞു. അത് പാർട്ടിക്കാരെ പറയുന്നത് ഞാൻ പാർട്ടിക്കാരെ പറയുന്നത്. അപ്പൊ ഈ പാർട്ടിക്കാരെ പറയുന്നത് എല്ലാരും അല്ല പറയുന്നത്. ഈ 4 കക്ഷികൾ അതിൽ ചേർത്തുകൊണ്ട്
അവര് പറഞ്ഞു നീ ഇത് പാർട്ടിക്കാരെ പറയുന്നത് എന്നെ വെല്ലുവിളിക്കുന്നു. എല്ലാവരും പറഞ്ഞത് ഇതിൽ ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറയുന്നുള്ളൂ എന്ന് ഞാൻ പറയുമ്പോ അതെല്ലാം നീ പാർട്ടിനെ പറഞ്ഞ് അങ്ങനെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. അത് സത്യാവസ്ഥ നാട്ടുകാർ തന്നെ തിരിച്ചറിയട്ടെ. ഈ സംവിധാനം എങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന്. ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല. നിരന്തരം പണിയെടുത്ത് ജീവിക്കേണ്ട ആളെ പണി മുടക്കാൻ. ഞാൻ പോകുന്നത് ഈ പാവപ്പെട്ട കുടുംബം, ഞാൻ കുറച്ചും കൂടി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞത് പാവങ്ങളെ കൂടെ നിൽക്കേണ്ടതാണ്. ഇദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിട്ട് ചില പാർട്ടി പ്രവർത്തകരാണ് ഇദ്ദേഹത്തിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്നത്. അത് എനിക്ക് പറയാൻ സാധിക്കില്ല ഇത് പാർട്ടിയുടെ കുറ്റമാണെന്ന്. പാർട്ടിയുടെ പേരിൽ 1-2 പേര് പ്രവർത്തിക്കുന്ന കാര്യം പാർട്ടിക്ക് മൊത്തത്തിൽ ഏൽക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വരുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് നീതി ലഭിക്കുക തന്നെ വേണം. ഇദ്ദേഹം 1,20,20,000 രൂപ 3 വീട്ടുകാരും കൂടെ കൊടുത്ത 1,20,20,000 രൂപ അതുമായി ബന്ധപ്പെട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കി. ആ അഗ്രിമെന്റ് കോമഡി നേരത്തെ കൂടി ഞാൻ പറഞ്ഞു. ഇതിനകത്ത് എമൗണ്ട് ഇല്ല, ഇവർക്ക് ഉപയോഗിക്കാന്ന് മാത്രം സാധനം മാത്രമേ ഉള്ളൂ, ഉടമസ്ഥാവകാശമില്ല. ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഈ അഗ്രിമെന്റിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ കൃഷ്ണൻ നായരുടെ വീട്ടിൽ പല പ്രാവശ്യം ഇദ്ദേഹം കയറി ഇറങ്ങി ഇതിനകത്ത് ഒരു ഒപ്പിന് വേണ്ടിയിട്ട്. അതിന് രജിസ്ട്രാറിനടക്കം വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. ആ രജിസ്ട്രാറിന് വീട്ടിൽ കൊണ്ടുവരാനുള്ള അപേക്ഷയാണ് ഇത് ഇദ്ദേഹം തയ്യാറാക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ നായർ തയ്യാറാക്കേണ്ട ഇത് ഇദ്ദേഹം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഇയാളുടെ ആവശ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നേരിട്ടിറങ്ങി രജിസ്ട്രാറിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു ഈ അഗ്രിമെന്റിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട്. അവർ ചെയ്തില്ല, അന്നും ഇത് നിഷേധിക്കപ്പെട്ടു. ഈ പറഞ്ഞ കൃഷ്ണൻ നായരുടെ 2 മക്കളാണ് ഇദ്ദേഹത്തിന് കിട്ടേണ്ട ഈ സ്ഥലത്തിന് എതിരായി നിൽക്കുന്നത്. മാത്രമല്ല ഈ എഗ്രിമെന്റിനകത്തുള്ള ഈ ഒപ്പ്, നേരത്തെ ഈ പറഞ്ഞ ഈ എഗ്രിമെന്റിലെ ഒപ്പ് ഇദ്ദേഹത്തിന് അമ്മയുടേതല്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് അമ്മയുടേതല്ല, ഇദ്ദേഹത്തിന് വായിച്ചു കൊടുത്തത് മറ്റൊരു എഗ്രിമെന്റ് ആയിരുന്നു. ഇദ്ദേഹത്തിന് കൈ കിട്ടിയ ഈ എഗ്രിമെന്റ് ആണ്. അങ്ങനെ ഇത് ഫോർജഡാണ്. ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ഇദ്ദേഹത്തെ വഞ്ചിക്കുക എന്നുള്ള കാര്യം കൂടി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തിറങ്ങുന്ന സമയത്ത് നിരന്തരം ഈ പറഞ്ഞ ആളുകൾ ജാതി അധിക്ഷേപം, കാട്ടുവാസിയായി വന്ന നീ എന്നൊക്കെ അങ്ങനെയുള്ള ചില പ്രസ്താവനകൾ, മാത്രമല്ല നീ എന്നുള്ള വിളികൾ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ തികച്ചും ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഈ കുടുംബത്തിന് നേരിടുന്നുണ്ട്. അത്ര ഇദ്ദേഹം നായരാണ്, ഭാര്യ താഴ്ന്ന ജാതിയാകുന്ന സമയത്ത് ഈ പറഞ്ഞ നായന്മാർക്കും ചില രീതിയിലെ കണ്ണുകടികൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവർ പറയുന്നതനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ കുടുംബം ഇദ്ദേഹം പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ കുടുംബത്തിന് നീതി ലഭിക്കുക തന്നെ വേണം. അല്ലാതെ ഇത് താങ്ങാൻ പറ്റാതെ നാളെ ഇവരെന്തെങ്കിലും ഈ കുടുംബം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴല്ല ഇദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആളുകൾ വരേണ്ടതെന്നാണ് എനിക്ക് ഇത്രയും കേട്ടപ്പോൾ വ്യക്തിപരമായി തോന്നിയത്. ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഇടിച്ച 4 ആളുകൾക്ക് ശക്തമായ രീതിയിൽ നിയമ നടപടി ഉണ്ടാവണം. അതിന്റെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ഡോക്യുമെന്റ് ആണിത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇദ്ദേഹത്തിന് മൊഴിയെടുക്കാനുണ്ട്. അത് അടുത്ത് തന്നെ മൊഴിയെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ. ദിസ് ഈസ് മാൻ സൈനിങ് ഔട്ട്.